എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കാർക്ക് ഇന്ന് സ്വന്തം രാജ്യം പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ചേക്കേറുന്ന മറ്റൊരു രാജ്യമായിട്ട് ജർമ്മനി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ വർഷങ്ങൾക്ക് മുമ്പ് വരികയും ജർമ്മനിയുടെ രാഷ്ട്രീയത്തിൽ പോലും വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു മാന്യ വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. എബ്രഹാം നെടുവിലെഴുത്ത് എന്ന് പറയുന്ന അങ്കിൾ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്കിളെ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു വീഡിയോയിൽ അങ്കിളിനെ പരിചയപ്പെടുത്തുന്നതിൽ. ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാൾ നല്ലത് അങ്കിൾ തന്നെ അങ്കിളിനെ ഒന്ന് പരിചയപ്പെടുന്നതായിരിക്കും നല്ലത്. ജർമ്മനിയിലെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ളവർക്കും ജർമ്മനിയിലുള്ളവർക്കും ഒരുപോലെ പ്രയോജനമുള്ള ഒരു വ്യക്തിത്വമാണ്. സോ എങ്ങനെയാണ് അങ്കിളിനെ ഒന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുന്നത്? എൻ്റെ പേര് എബ്രാഹാം നടുവിലെഴുത്ത്. സ്വദേശം ചേർത്തലയാണ്. താമസിക്കുന്നത് ആലുവയിലാണ് 13 വർഷമായിട്ട്. അതിന് മുമ്പ് ചേർത്തലയായിരുന്നു. ഇവിടെ ജർമ്മനിയിൽ ഞാൻ 1976 സെപ്റ്റംബർ മാസത്തിൽ വന്നതാണ്. അതിനുശേഷം 80 ഞാൻ പഠനം ഏകദേശം മുഴുമിപ്പിച്ചും തിരിച്ച് നാട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് 81 കല്യാണം കഴിച്ച് 82 വീണ്ടും തിരികെ ഇവിടെ എത്തി റേഗൻസ്ബർഗ് എന്ന സ്ഥലത്തായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഇവിടെ ഗ്രോസ്കരാവി വന്ന് താമസം തുടങ്ങി. 82 തൊട്ട് ഗ്രോസ്കരാവിൽ ഞാൻ പല വിധത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പബ്ലിക് സർവീസിലാണ്. പബ്ലിക് സർവീസ് മീൻസ് സോഷ്യൽ ആക്ടിവിറ്റീസിലായിരുന്നു. വന്നപ്പോൾ തന്നെ ആദ്യമേ 5 വർഷം പള്ളിയുടെ കമ്മിറ്റി മെമ്പറായി, ജർമ്മൻ പള്ളിയുടെ, ജർമ്മനിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം 92 ഇറ്റലിക്കാരുമായിട്ട് യോജിച്ച് ഇവിടുത്തെ ഗ്രോസ്കിറാവ് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള വിദേശികൾക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 92 മത്സരിച്ചു, ജയിച്ചു. അതിനുശേഷം 97 99 ആയപ്പോഴത്തേക്കും രണ്ടാമത്തെ എലക്ഷൻ്റെ പീരീഡ് വന്നപ്പോഴത്തേക്കും അതിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ചെയർമാനായി. അങ്ങനെ ചെയർമാനായി ഏകദേശം 10 വർഷത്തോളം ചെയർമാനായിട്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയർമാൻ സ്ഥാനമൊക്കെ നിർത്തി അതിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ജർമ്മനിയിലെ CDU എന്ന് പറയുന്ന ഒരു പാർട്ടി ചേർന്ന് ഇപ്പം CDUവിൻ്റെ പാർട്ടിയുടെ വൈസ് ചെയർമാൻ, CDUവിൻ്റെ പാർട്ടിയുടെ സെക്കൻഡ് പ്രതിനിധിയാണ്. പിന്നെ ഇവിടുത്തെ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്മീഷൻ ചെയർമാനാണ്. പിന്നെ ഇവിടുത്തെ ബസ് ട്രെയിനിങ്ങിനുള്ളതിൻ്റെ ഞാൻ അതിൻ്റെ കമ്മിറ്റിയിലുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ജീവചരിത്രം ഇവിടുത്തെ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഒരുപാട് വർഷങ്ങളായിട്ട് ജർമ്മനിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നന്നേ ചെറുപ്പത്തിൽ കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്ക് വന്ന ആളാണ്. അതിനുശേഷം വിവാഹം കഴിച്ചു, ഇവിടെ ജോലിയോടുകൂടിയായി. ഇപ്പോൾ കൊച്ചുമക്കൾ, അങ്ങനെ ഫാമിലി ആയിട്ട് ഇവിടെയാണ്. ഇപ്പം പുതുതായിട്ട് വരുന്ന തലമുറയോട്, അല്ലെങ്കിൽ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരാളെന്ന നിലയിൽ അന്നത്തെ ജർമ്മനിയുടെ ഒരു അവസ്ഥയും ഇന്നത്തെ ജർമ്മനിയുടെ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ പുതുതായിട്ട് ജർമ്മനിയിലേക്ക് വരാനുള്ള ആഗ്രഹിക്കുന്ന ആളുകളോടും വന്നിരിക്കുന്ന ആളുകളോടും എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പഴയ കാലത്ത് വന്നവരെല്ലാം വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വളർന്നു വന്നവരാണ്. പഴയ എൽഡർ ജനറേഷനിൽ ഇവിടെ ഉള്ളവരെല്ലാം. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇവിടെ വന്നേക്കുന്നവർക്കാർക്കും സ്റ്റേ പെർമിറ്റിനോ വർക്കിംഗ് പെർമിറ്റിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ 5 വർഷം ജോലിയില്ലാതെ നിന്ന് ഒരു ജർമ്മൻകാരനും ഒരു യൂറോപ്യനും ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു ജോലി കണ്ടുപിടിച്ചാലേ ഞങ്ങൾക്ക് വർക്കിംഗ് പെർമിറ്റ് കിട്ടുമായിരുന്നുള്ളൂ. 5 ദിവസം ഹസ്ബൻഡായിട്ട് ജോലിയില്ലാതെ നിൽക്കണം. 5-ാം വർഷം തൊട്ടാണ് ഈ പറഞ്ഞത്. ആർക്കും പറ്റാത്ത ഒരു ജോലി കണ്ടുപിടിച്ചുകൊണ്ട് ചെല്ലണം.
അപ്പം ജോലിക്ക് ചെല്ലുമ്പോൾ അവർ പറയും നിനക്ക് വർക്കിംഗ് പെർമിറ്റ് ഇല്ല, വർക്കിംഗ് പെർമിറ്റിന് ചെല്ലുമ്പോൾ പറയും നിനക്ക് ജോലി എവിടെ, ജോലി ഇല്ലല്ലോ എന്ന് പറയും. ഇങ്ങനെ ഞങ്ങളെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മാക്സിമം ബുദ്ധിമുട്ടിപ്പിക്കാവുന്നിടത്തോളം ബുദ്ധിമുട്ടിപ്പിച്ചും കഷ്ടപ്പാട് സഹിച്ചുമാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഇന്നിപ്പോൾ വരുന്ന ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു വിസ കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ജോലി കണ്ടെത്താനുള്ള ഒരു അവസരം, അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ജർമ്മൻകാരെ കുറിച്ച് നമ്മൾ കേൾക്കുകയും ഇല്ലെങ്കിൽ ജർമ്മനി എന്ന് ഇന്റർനെറ്റിൽ അടിച്ചു കൊടുത്താൽ പോലും അവരെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്ന, ഇല്ലെങ്കിൽ അവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മതിപ്പോടുകൂടെ പറയുന്നത് ടൈമിങ്ങിന്റെ കാര്യമാണ്, അല്ലെ? ജോലിക്ക് ചെന്നാലും ബസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ട്രെയിനിന്റെ കാര്യത്തിലാണെങ്കിലും ടൈം പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത് ജർമ്മൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു മീറ്റിംഗ് 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ അത് 11 ആകാം, 11:30 ആകാം, അല്ലേ? സോ സമയത്തിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ കൃത്യനിഷ്ഠത കുറവാണ്. പക്ഷെ ജർമ്മൻകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു വസ്തുതയാണ്, സത്യസന്ധത. ഏത് മീറ്റിങ്ങിനാണേലും നമ്മൾ 5 അല്ലെ 10 മിനിറ്റ് മുമ്പ് നമ്മൾ അവിടെ സന്നിഹിതരായിരിക്കണം. അല്ലാതെ എന്നിട്ട് ആ 7 നമ്മുടെ ലാപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ വരുന്ന അറ്റ് ദ മൊമെന്റ് അവർ മീറ്റിംഗ് തുടങ്ങും. ഇനി ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ജർമ്മനി വളരെ ഇതാണ്. ഇവിടെ ട്രെയിനിനാണേലും ഇത്ര മിനിറ്റ് കഴിഞ്ഞ് അല്ലെ മണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി തൊട്ട് മുഴുവൻ ശതമാനം വരെ പൈസയും തിരിച്ചു തന്ന് അവരതിനെ ഇതാക്കുന്നുണ്ട്, നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മുടേതുപോലെ അല്ല, നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റിയല്ല. ഇവിടെ വന്നവർക്കറിയാം സമയമായാൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നില്ലേ ട്രെയിനിൻ്റെ പുറകെ കാണുകയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ജർമ്മനിയിലേക്ക് ഒരുപാട് ആളുകൾ വരികയും അതുപോലെ തന്നെ തിരക്കേറിയ ഒരു ലൈഫ് ജർമ്മനിയിൽ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെയൊക്കെ സമയങ്ങളൊക്കെ പലപ്പോഴും മാറ്റം വരുന്നതായിട്ടൊക്കെ മനസ്സിലാകുന്നുണ്ട്. എങ്കിലും കൃത്യനിഷ്ഠത അവർ പാലിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾക്കകത്തല്ല. ലോങ് റൺ റൂട്ടിലുള്ളതിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് താമസിച്ചാലും അവർ സാധിക്കുന്നിടത്തോളം ഓടിയെടുക്കാൻ നോക്കും. ചില റൂട്ടിലൊക്കെ 280 കിലോമീറ്ററൊക്കെ കിട്ടും, അവിടെ അവർ ഓടിച്ചത് എടുക്കും, അവർക്കതിൽ പ്രശ്നമില്ല. അതേസമയം ചെറിയ ഷോർട്ട് റൂട്ടിലൊക്കെയാണ് ഈ ഓടി എത്താൻ പറ്റാത്തത്. അതുപോലെ തന്നെ IC വരുമ്പോഴത്തേക്കും ചെറിയ ട്രെയിനുകളെ അവർ സൈഡിലോട്ട് മാറ്റിയിടും വലിയവനെ കടത്തി വിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ വന്ദേ ഭാരത് വരുമ്പം ബാക്കിയുള്ള ട്രെയിനിനെ പിടിച്ചിടുന്നത് പോലെ. എന്നാലും 99% ഇവിടെ പങ്ക്ച്വാലിറ്റി ഉണ്ട്. അതിന് നമുക്ക് എസ്ബാൻ, ട്രാം, ബസ് ഇതിനെല്ലാം 90%, 95% നമുക്ക് പങ്ക്ച്വാലിറ്റി പ്രതീക്ഷിക്കാം. ഓക്കെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു പക്ഷെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ വേണ്ടതുപോലെ അറിയണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് റോഡ് നിയമങ്ങൾ വളരെ കർശനമാണ് ഇവിടെ. എല്ലാ വാഹനം ഓടിക്കുന്ന ആളുകളും നടന്നു പോകുന്ന ആളുകളും എല്ലാവരും റോഡ് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇവിടെ സാധ്യമാകുന്നത്? വളരെ തിരക്കേറിയ ടൗൺ ആണെങ്കിൽ പോലും, ചെറിയ ടൗൺ ആണെങ്കിൽ പോലും കാൽനട യാത്രക്കാർക്ക് അതുപോലെ തന്നെ സൈക്കിൾ യാത്രക്കാർക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ ആളുകളും യാത്ര ചെയ്യുന്നത്, വാഹനം ഓടിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ അതൊക്കെ സാധിക്കുന്നത്? ഇവര് പറയുന്നത് വാഹനത്തിന് കാറിൻ്റെ അകത്ത് ഒരാളിരിക്കുന്നു, സൈക്കിളിൽ ഒരാളിരിക്കുന്നു, നടക്കുന്നത് ഒരാൾ. എന്താ തമ്മിലുള്ള വ്യത്യാസം? നിനക്ക് സ്പീഡ് കൂടുതലുണ്ട്, സൈക്കിളിൽ പോകുന്നവന് സ്പീഡ് കുറവായിരിക്കും, നടന്നു പോകുന്നതിന് അതിലും കുറവായിരിക്കും. പക്ഷേ ഇവർക്ക് വ്യക്തികൾക്കാണ് വില, ഹ്യൂമൻ ബീയിങ്ങിനാണ് ഇവിടെ വില. അല്ലാതെ നമ്മുടെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോർഷെ പോകുന്നവൻ എവിടെ 90 പോയാലും 30 പോകേണ്ടടുത്ത് 90 പോയാൽ പ്രശ്നമില്ല. ഇവിടെ ആരെ എവിടെ എന്ത് ലോയും പേഴ്സണും ആൾക്ക് വ്യക്തിക്കാണ് വില. അതുകൊണ്ടാണ് ഇവരെ കൊണ്ട് അത് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ അഥവാ ഒന്ന് തട്ടിയിട്ട് പോയാൽ, നിർത്താതെ പോയാൽ വലിയ പ്രശ്നമാണ്, അല്ലേ? എങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും വാഹനത്തെ തട്ടിയേച്ചും പോകുന്നത് ഇവിടെ ക്രിമിനൽ കുറ്റമാണ്. അതിപ്പം ഞാൻ സൈക്കിൾ കൊണ്ടാണേലും അല്ലാതെ വേറൊരു വാഹനം കൊണ്ടാണേലും തട്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാതെ പോയാൽ അത് ക്രിമിനൽ കുറ്റമായിട്ടാണ് കാണുന്നത്. അതിന് ഭയങ്കര ശിക്ഷ വരും. വിസ ഇല്ലാത്ത PR ഇല്ലാത്തവരുടെയൊക്കെയാണ് ചിലപ്പോൾ വിസ വരെ ക്യാൻസൽ ചെയ്ത്
തിരിച്ച് നാട്ടിലോട്ട് കയറ്റി വിടും. അത്രയും ഗുരുതരമായ ശിക്ഷയാണ്. വണ്ടിയേൽ തൊട്ടാൽ ഇവിടെ ഗുരുതരമായ കുറ്റമാണ്. പിന്നെ ഒരാള് സീബ്ര ലൈനിൽ നിന്നാൽ ഡെഫിനറ്റ് ആളെ കടത്തി വിട്ടിട്ടേ നമ്മൾ വണ്ടി ഓടിക്കാവുള്ളൂ, വണ്ടി പോകാവുള്ളൂ. അതല്ലെങ്കിൽ പോലീസ് കാണുകയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റും നഷ്ടമാകും, പൈസയും നഷ്ടമാകും. റിപ്പീറ്റ് ചെയ്താൽ പറയുകയും വേണ്ട. അത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് കൂടുതലും ആളുകൾ സഞ്ചരിക്കുന്നത്. എനിക്കിവിടെ വന്ന സമയത്തും അങ്ങനെ ഒരു അബദ്ധം പറ്റും. പല വണ്ടികളും ഞാൻ കൈ കാണിച്ച് വിടാൻ നോക്കിയിട്ടും അവർ വണ്ടി വിടുന്നില്ല, അവരങ്ങനെ തന്നെ നിൽക്കുകയാണ്. ചിലത് 1-2 പ്രാവശ്യത്തെ അനുഭവത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ നിയമത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. കാരണം വളരെ ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടിയാണെങ്കിലും, എത്ര വലിയ വണ്ടിയാണെങ്കിലും ചെറുതാണെങ്കിലും, ഒരു സീബ്ര വരിയിൽ ഒരാൾ നിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോകാനുള്ള വഴി ഒരുക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് വാഹനങ്ങൾ പോകുന്നത്. വരയെ നിൽക്കണമെന്നില്ല, വരയുടെ ഇപ്പുറത്ത് പുറത്ത് നിന്നാൽ പോലും. കാരണം നമ്മൾ വരയെ കാലെടുത്ത് കുത്തിയാൽ ഒരു കാരണവശാലും അവന് മുമ്പോട്ട് പോകാൻ പാടില്ല. എവിടെയെങ്കിലും പോലീസ് ഒളിച്ചു നിന്ന് നോക്കി കണ്ടുപിടിച്ചാലും വളരെയധികം പിഴ വരും. വളരെയധികം സൂക്ഷിക്കണം. ഇവിടെ വണ്ടി ഒരു എന്നതാണ്, അത്യാവശ്യ സാധനമാണ്, ലക്ഷറി അല്ല ഇവിടെ വണ്ടി. എന്നാൽ പോലും നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ പൊതു നിയമങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആളുകൾ, എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു, അവര് പൊതു ഗതാഗത വാഹനത്തിലേക്ക്, ബസ്സിൽ കയറിയതിനു ശേഷം പാട്ട് പാടുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തു, അല്ലെ? ഇവിടെ ഈ ശബ്ദ മലിനീകരണം നമുക്ക് കാണാനില്ല. ഈവൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ഇലക്ഷൻ നടന്നു എന്ന് പോലും ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നുന്ന തരത്തിൽ വളരെ സൈലന്റ് ആയിട്ടാണ് ഇവിടുത്തെ ഇലക്ഷൻ നടന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കുക, അതുപോലെ തന്നെ വാഹനത്തിൽ അനൗൺസ്മെന്റ് ചെയ്യുക, എല്ലാം കഴിഞ്ഞതിന് ശേഷം കലാശക്കൊട്ടെന്ന് പറഞ്ഞൊരു കലാപരിപാടിയുണ്ട്. ഭയങ്കരമായിട്ടും അല്ലെ, അന്തരീക്ഷ മലിനീകരണം ഉള്ള പോലെ തന്നെ ശബ്ദ മലിനീകരണം കൊണ്ട് നാട് മുഴുവൻ അറിയിച്ചൊക്കെയുള്ള ഒരു കാര്യം നടപടിയാവുന്നുണ്ട്. സോ ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഈ ബസ്സിനകത്ത് പാട്ട് പാടി മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന തരത്തിൽ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് ഭയങ്കര വാർത്തയായി മാറി. എങ്ങനെയാണ് ഇവർ ഇത്രമാത്രം സൈലന്റ് ആയിട്ട് ഇവരുടെ ലൈഫ് കൊണ്ടുപോകുന്നതും? ഇവൻ രാത്രിയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങൾ പോലും സ്പീഡിൽ പോകത്തില്ല, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ ഏരിയകളിലൊക്കെ, അല്ലേ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒന്ന്, ഇവിടെ നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കും, അല്ലെ പാലിക്കപ്പെടണം. അത് ആര് തെറ്റിച്ചാലും. അത് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിക്ക് വരെ പിഴ കിട്ടി, സ്പീഡ് കൂട്ടിപ്പോയി എന്നും പറഞ്ഞ്. മന്ത്രിയുടെ ലൈസൻസ്, നമ്മുടെ നാട്ടിൽ മന്ത്രിക്ക് ഡ്രൈവർ ഉണ്ട്, ഇവിടെ ഈ മന്ത്രി തന്നെയാണ് ഓടിച്ചോണ്ട് പോയത്. ഏത് സ്റ്റേറ്റ് ആണെന്നിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ആ മന്ത്രി 30 പോകേണ്ടടുത്ത് 60-ലോ 70-ലോ എങ്ങാണ്ട് പുള്ളി പോയി. പുള്ളിയുടെ ലൈസൻസ് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിൽ ആ പിടിച്ച പോലീസുകാരൻ്റെ ജോലി 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. നിയമമുണ്ട്, നിയമം നടപ്പാക്കും, അതിന് ഇടം വല നോട്ടമില്ല. അത് മന്ത്രിയാണെങ്കിലും എല്ലാത്തിനും നിയമമുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്പിൽ ഓർത്തിരുന്നാൽ മാത്രം മതി. അന്നേരം കാര്യങ്ങൾ നടക്കും. നമ്മുടെ അവിടെയാണെങ്കിൽ പിടിച്ചിട്ട് പിഴയിട്ട് കാര്യങ്ങൾക്ക് ഇതുണ്ട്. മറ്റത് പിഴയിട്ടാൽ കൊടുക്കുകയല്ല. ട്രാൻസ്പോർട്ട് ബസ്സിന് പിഴയിട്ടാൽ അവരെ അടയ്ക്കേണ്ട, അവർക്ക് ഇൻഷുറൻസ് വേണ്ട, അവർക്ക് പുക ടെസ്റ്റ് വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ ഏത് വണ്ടിക്കാണേലും ഇപ്പം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു ബസ് ഡയറക്റ്റി ആയിട്ട് അകം കിടക്കുവാണെങ്കിൽ നമ്മൾ ഉടനെ വിളിച്ച് പറഞ്ഞാൽ മതി. ആ ഡ്രൈവർക്ക് പിഴ കിട്ടും. ഡ്രൈവർ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കണം. അവൻ്റെ കടമയാണ് ഓരോ എൻഡ് പോയിന്റിലും ചെന്ന് കഴിയുമ്പോൾ വണ്ടിക്കകം ക്ലീൻ ആണോ എന്ന് നോക്കേണ്ടത്. അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവൻ പിഴ കൊടുക്കണം. അപ്പം ഇതുണ്ട്. നമ്മുടെ നാട്ടിലോ കിടക്കുന്ന പോലെ കിടക്കും. അതെൻ്റെ ഉത്തരവാദിത്തമല്ല, അതിൻ്റെ ആളെ വിളിക്കാൻ പറയും. തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ ആണെങ്കിലും ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു മെയിൻ്റനൻസ് അതിന്റെ പുറകിൽ നടക്കുന്നില്ല. പിന്നെ അത് അവിടെ കിടന്ന് നശിച്ചു പോകുന്ന പക്ഷെ ഇപ്പോൾ ഒക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പല ഗവൺമെന്റ് പ്രൊജക്റ്റുകളും നശിച്ചു പോകുന്നത് കൃത്യസമയത്തുള്ള മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഒരു പൂന്തോട്ടം അവർ വെച്ച് പിടിപ്പിച്ചാൽ പോലും പബ്ലിക്കിന് വേണ്ടിയിട്ട് അതിനെ കൃത്യസമയത്ത് പരിപാലിക്കുകയും സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പൂക്കാലം ഒക്കെ വരുമ്പോൾ എല്ലാ ചെടികളിലും പൂവുണ്ട്, അല്ലേ? ഇൻ കേസ് അവിടെ പൂ ഇല്ലെങ്കിൽ പോലും അവർ പൂ വെച്ച ഒരു ചെടി അവരവിടെ കൊണ്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്യും. സോ പ്രകൃതിയെ സ്നേഹിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മെയിൻ്റനൻസ് ഇവിടുത്തെ ഒരു പ്രധാന ഭാഗമല്ലേ? അതിന് ഓരോ വിഭാഗ ഉണ്ട്.
ഇപ്പം ടൗണിലാണേലും വീട് ചെക്ക് ചെയ്യുന്നവരുണ്ട്, റോഡ് ചെക്ക് ചെയ്യുന്നവരുണ്ട്, നടപ്പ് വഴി ചെക്ക് ചെയ്യുന്നവരുണ്ട്, സൈക്കിളിൻ്റെ വഴി ചെക്ക് ചെയ്യുന്നവരുണ്ട്. ഓരോന്നിലും ഉള്ളവർ അവരുടെ കടമ, അവരുടെ ഡ്യൂട്ടി ചെയ്യണം. അവർക്കെതിരായിട്ട് ടൗണിൽ അല്ലെ പാർലമെൻറ്റിൽ കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ്. ചോദ്യം വന്നു കഴിയുമ്പോൾ അവർ സമാധാനം പറയണം. അത് അവരുടെ ഇൻക്രിമെൻറ്റിനെ ബാധിക്കും, ജോലിയെ ബാധിക്കും. അത് കാരണം മനുഷ്യർ എല്ലാവരും ജോലി ആവശ്യമുള്ളവർ അവരുടെ ജോലി കൃത്യമായിട്ടും ചെയ്യാൻ പരിശ്രമിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടേക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ജോലിക്ക് വേണ്ടിയിട്ട് നഴ്സസ്, എഞ്ചിനീയർമാർ, അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ വരുന്നുണ്ട്. എന്താണ് ഇവരോട് പറയാനുള്ള ഒരു ഉപദേശം? ഈ രാജ്യത്തേക്ക് വരുമ്പോൾ, ഒരു പുതിയ രാജ്യമാണ്, യൂറോപ്യൻ കൺട്രിയിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്ന നല്ലൊരു രാജ്യമാണ്. ഇവിടെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം, അതായത് ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ വന്നു, എനിക്ക് തോന്നുന്നു ഒരു 10-48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന നിലയിൽ, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എന്താണ് പുതുതായിട്ട് ഇവിടേക്ക് വരുന്ന, അല്ലെങ്കിൽ പുതുതായിട്ട് ഇവിടേക്ക് ചേർക്കുന്ന ഇന്ത്യക്കാരോട് പറയാനുള്ളത്? നമ്മൾ മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അത് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും പറയാൻ. ഞാൻ മറ്റൊരാളാൽ ഉപദ്രവിക്കപ്പെടാതെയോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെയോ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞാൻ മറ്റുള്ളവനോട് പെരുമാറുക. അതുപോലെ അന്നേരം മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ മനസ്സിലാക്കുക, നമ്മൾ വിദേശികളാണ്, നമ്മൾ ഈ രാജ്യത്ത് വന്നേക്കുന്നവരാണ്. അവരുടെ നിയമങ്ങളെയും അവരുടെ കൾച്ചറിനും എല്ലാം നമ്മൾ ബഹുമാനിക്കണമെന്ന് പഠിക്കുക. അല്ലാതെ ഞങ്ങൾ കേരളത്തിൽ വൈകിട്ട് 2 മണി വരെ ഒച്ച വയ്ക്കും, ബഹളം വയ്ക്കും, ബർത്ത്ഡേ എൻ്റെയാണ്, ഞാനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഇതൊന്നുമില്ല. 10 മണി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒച്ചയില്ല. ഈ വീട്ടിൽ താമസിക്കുന്നവൻ കൂടുതൽ ബഹളം വെച്ചാൽ താഴ്ത്തവൻ പോലീസിനെ വിളിക്കും. അങ്ങനെ. അതുകൊണ്ട് ഇവിടെ എല്ലാത്തിനും അപ്പം നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യാൻ നോക്കുക. നമ്മൾ അവരെ സ്നേഹിച്ചാൽ ഇത്രയും നല്ല മനുഷ്യർ വേറെ ഇല്ല, എൻ്റെ അനുഭവത്തിൽ ജർമ്മൻകാരുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് എല്ലാ വിദേശികളും വരുന്നത്. താങ്ക് യു അങ്കിളെ, അങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ജർമ്മനിയെ പറ്റി അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു അനുഭവ സമ്പത്തുള്ളൊരു വ്യക്തി എന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.